വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. 3 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന 2 പുതിയ മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രാനുമതി. പദ്ധതികൾ ഗതാഗതവും വാണിജ്യ വ്യവസായ ബന്ധവും സുസ്ഥിരതയും മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% കുറച്ചു. ഗവൺമെന്റ് അംഗീകൃത അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 10% മാർജിനൽ സീറ്റ് വർധനയ്ക്ക് മന്ത്രിസഭയുടെ അനുമതി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 43 റൺസെടുത്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകിയ 2 പുതിയ മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾ ഗതാഗതവും വാണിജ്യ വ്യവസായ ബന്ധവും സുസ്ഥിരതയും മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 6405 കോടി രൂപ ചെലവിൽ ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെയും 7 ജില്ലകളെ ഉൾക്കൊള്ളുന്ന പുതിയ പദ്ധതി 108 ലക്ഷം മനുഷ്യാധ്വാന ദിനങ്ങൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാമോയിലും സൂര്യകാന്തി എണ്ണയും സോയാബീൻ എണ്ണയും അടക്കം അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% കുറച്ചു. നേരത്തെ ഇത് 20%ആയിരുന്നു. ഇതോടെ സംസ്കരിച്ച ഭക്ഷ്യ എണ്ണയുടെയും അസംസ്കൃത ഭക്ഷ്യ എണ്ണയുടെയും ഇറക്കുമതി തീരുവയിലെ വ്യത്യാസം 8.25% നിന്ന് 19.5% മാറി. ഭക്ഷ്യ എണ്ണകളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഗവൺമെന്റ് അംഗീകൃത അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 10% മാർജിനൽ സീറ്റ് വർധനയ്ക്ക് ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് വിധേയമായി സീറ്റ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ. ഇടുക്കി, കാസർകോട്, വയനാട് ജില്ലകളിലെ എയർ സ്ട്രിപ്പുകളുടെ സാധ്യതാ പഠനം നടത്താൻ റൈറ്റ്സ് കിഫ്കോൺ സമർപ്പിച്ച ടെൻഡറും മന്ത്രിസഭ അംഗീകരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ഞെളിയമ്പറമ്പിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് BBCLനെ ചുമതലപ്പെടുത്താനും യോഗം അനുമതി നൽകി. മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി ബ്ലോക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് 13 സ്ഥിരം തസ്തികയും 95 കരാർ തസ്തികയും അനുവദിച്ചു. കുട്ടനാട് കുടിവെള്ള പദ്ധതികൾക്ക് 36 കോടിയിൽ പരം രൂപയുടെ ടെൻഡറും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. കോഴിക്കോട് തീരത്തിന് സമീപം പുറംകടലിൽ തീപിടിച്ച MV വാൻഹായ് ചരക്ക് കപ്പലിലെ തീപിടുത്തം ഏറെക്കുറെ നിയന്ത്രിക്കാനായെന്ന് തീരരക്ഷാസേന അറിയിച്ചു. പുതിയ സ്ഫോടനങ്ങളൊന്നും കപ്പലിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ കപ്പലിന്റെ ഉൾഭാഗത്ത് ഇപ്പോഴും തീ ശേഷിക്കുന്നുണ്ടെന്നാണ് തീരരക്ഷാസേനയുടെ വിലയിരുത്തൽ. കടലിലെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തീയണക്കൽ ശ്രമങ്ങൾ സാവധാനത്തിലാണ് പുരോഗമിക്കുന്നത്. 2128 ടൺ ഇന്ധനവും മറ്റ് അപകടകരമായ സാധനങ്ങളും കപ്പലിലുണ്ട്. ഇവ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കണ്ടെടുക്കാനാണ് ശ്രമം. കപ്പലിനെ പുറംകടലിലെത്തിച്ച് സുരക്ഷിതമാക്കുന്നതിന്റെ സാധ്യതയും പരിശോധിച്ചു വരികയാണ്. തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റ് സംബന്ധിച്ച ചർച്ചയ്ക്ക് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. റവന്യൂ, ധനകാര്യം, തദ്ദേശഭരണം, ഗതാഗതം എന്നീ വകുപ്പുകളുടെ സെക്രട്ടറിമാരടങ്ങുന്ന സമിതി എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് നിർദ്ദേശം സമർപ്പിക്കും. റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 28 വരെ നീളുന്ന സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ റവന്യൂ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. IRCTC വെബ്സൈറ്റ്, ആപ്പ് എന്നിവയിലൂടെ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് അടുത്ത മാസം 1 മുതൽ ആധാർ സ്ഥിരീകരണം നിർബന്ധമാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. AC, നോൺ AC ക്ലാസുകളിലേക്ക് ഏജന്റ് വഴി ആദ്യ 30 മിനിറ്റിൽ ഇനി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാവില്ല. അടുത്ത മാസം 15 മുതൽ എല്ലാ തത്കാൽ ഓൺലൈൻ ബുക്കിംഗും OTP അധിഷ്ഠിതമായിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ 2 സബ് ഡിവിഷനായി തിരിച്ചു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ 2,32,381 പേരുണ്ട്. എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR. വിനോദ് നിലമ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു.
ഹോം വോട്ടിംഗിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 2302 പേരും 85 മേൽ പ്രായക്കാരായ 1370 പേരും മണ്ഡലത്തിലുണ്ട്. ഭിന്നശേഷിക്കാരിൽ 316 പേരും മുതിർന്ന പൌരന്മാരിൽ 938 പേരുമാണ് വീട്ടിൽ വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത്. അനുമതി ലഭിച്ചവരുടെ വോട്ട് രേഖപ്പെടുത്തൽ തിങ്കളാഴ്ച ആരംഭിച്ചു. ഈ മാസം 16 വരെ ഇത് തുടരും. നിലമ്പൂർ അംഗത്തിന് ഇനി ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട്. പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ നിലമ്പൂരിൽ ബലാബല പോരാട്ടത്തിന്റെ ചിത്രമാണ് തെളിയുന്നത്. സംസ്ഥാന നേതാക്കന്മാരും മന്ത്രിമാരും എംഎൽഎമാരും എംപിമാരും സാഹിത്യ സാംസ്കാരിക കലാരംഗത്തുള്ളവരുമൊക്കെ നിലമ്പൂരിന്റെ എല്ലാ മേഖലകളിലും കടന്നുചെന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥിക്കായി വോട്ട് തേടുന്നു. യോഗങ്ങളിൽ പങ്കെടുത്തും പൊതുയോഗങ്ങളിൽ സംസാരിച്ചും അവർ നാട് നിറഞ്ഞുകഴിഞ്ഞു. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജും യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനത്തിൽ മുഴുകിയിരിക്കുകയാണ്. രാവിലെ 9 മണിയോടുകൂടി ആരംഭിക്കുന്ന സ്ഥാനാർത്ഥികളുടെ യാത്ര ജനപദങ്ങൾ താണ്ടി യാത്രയോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഇതിനു പുറമെ മുന്നണികൾ സംഘടിപ്പിക്കുന്ന മറ്റു പ്രചാരണ പരിപാടികൾ സമാന്തരമായി നടക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എംഎൽഎയുമായ പി.വി. അൻവർ വാഹന പ്രചാരണത്തിലും സ്വകാര്യ സന്ദർശനങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എസ്ഡിപി സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടിയും ശക്തി തെളിയിക്കാൻ ഗോദയിൽ സജീവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രിയങ്ക ഗാന്ധി എംപിയും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളുമൊക്കെ ഓരോ വോട്ടും ഉറപ്പിക്കാനായി രംഗത്തെത്തുന്നതോടെ വരും ദിവസങ്ങളിൽ നിലമ്പൂരിന്റെ രാഷ്ട്രീയ മനസ്സ് ഇളകി മറിയുക തന്നെ ചെയ്യും. അങ്കമാലി ശബരിപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. ശബരിപാത കടന്നുപോകുന്ന ജില്ലകളിലെ കളക്ടർമാരുടെയും ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 43 റൺസെടുത്തു. ആദ്യം ബാറ്റ് ചെയ്ത നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ 212 റൺസിന് ആദ്യ ദിവസം തന്നെ പുറത്തായി. ദക്ഷിണാഫ്രിക്കയുടെ ബൌളിംഗ് ആക്രമണത്തിൽ ഓസീസ് പതറുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ കഗിസോ റബാഡ 5 വിക്കറ്റും മാർക്കോ ജാൻസൺ 3 വിക്കറ്റും വീഴ്ത്തി. തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയുടെ 2 വിക്കറ്റുകൾ മിച്ചൽ സ്റ്റാർക്കും ജോഷ് ഹാസൽവുഡും പാറ്റ് കമിൻസും വീഴ്ത്തി. ക്രിക്കറ്റ് ടീമുകളുടെ വിജയാഘോഷങ്ങൾക്ക് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ യോഗം മറ്റന്നാൾ ചേർന്നേക്കും. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ ഐപിഎൽ വിജയാഘോഷത്തിനിടെ ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. അതിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും 11 പേർ മരിച്ച സംഭവത്തിൽ അറസ്റ്റ് ചോദ്യം ചെയ്ത് ആർസിഎസും ഡിഎൻഎ നെറ്റ്വർക്കും നടത്തിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഉത്തരവ് മാറ്റിവെച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് ഉത്തരവ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. എഫ്ഐജി ഹോക്കി പ്രോ ലീഗിൽ ഇന്ന് ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ വിതരണം ചെയ്ത വായ്പകളിൽ 68% വനിതകൾക്കായിരുന്നുവെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കാനും അവ വികസിപ്പിക്കാനും സാമ്പത്തിക സ്വാശ്രയത്വം നേടാനും വനിതകൾക്ക് അവസരമൊരുക്കി. 11 വർഷവും സ്ത്രീകൾ മാറ്റത്തിന്റെ ശക്തമായ ചാലകശക്തികളായി തീർന്നതായും ഗവൺമെന്റ് അറിയിച്ചു. കൊച്ചി പുറംകടലിൽ എംഎൽസി എൽസ 3 എന്ന ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസെടുക്കാൻ കേരള ഗവൺമെന്റിന് വൈകിയെങ്കിലും ബുദ്ധി ഉദിച്ചത് നല്ല കാര്യമാണെന്ന് കെ.സി. വേണുഗോപാൽ എംപി പറഞ്ഞു. കപ്പലപകടം ഉണ്ടായ ദിവസം തന്നെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും 17 ദിവസം കഴിഞ്ഞാണ് തീരുമാനമുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ നഗരപാത പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന വളപട്ടണം മന്ന ചാല ജംഗ്ഷൻ റോഡിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകാൻ ഗവൺമെന്റ് അനുമതി നൽകി. റോഡിനായി കണ്ടെത്തിയ ഭൂമിയിൽ നെൽവയൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ അവ തരം മാറ്റാവൂ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായാണ് ഏറ്റെടുക്കൽ. വയനാട് കോഴിക്കോട് ചുരമില്ല പാത നിർമ്മാണത്തിന് പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽപാതയുടെ ജിപിആർഎസ് സർവേക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകി. പൂഴിത്തോട് മലബാർ വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലെ വനത്തിലാണ് സർവേ. യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ജിപിആർഎസ് സർവേക്ക് അനുമതി നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വനം വകുപ്പ് ആവിഷ്കരിച്ച ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായ വിത്തൂട്ട് പരിപാടി മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ മാസം 15-ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് വനം ഡിവിഷനിലെ കാക്കവേൽ വനപർവ്വം ഇക്കോ ടൂറിസം സെന്ററിലാണ് പരിപാടി. വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കി മനുഷ്യ മൃഗസംഘർഷം ഒഴിവാക്കുന്നതിനാണ് വിത്തുണ്ടകൾ വനമേഖലയിൽ നിക്ഷേപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
3 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന 2 പുതിയ മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രാനുമതി. പദ്ധതികൾ ഗതാഗതവും വാണിജ്യ വ്യവസായ ബന്ധവും സുസ്ഥിരതയും മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% കുറച്ചു. ഗവൺമെന്റ് അംഗീകൃത അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 10% മാർജിനൽ സീറ്റ് വർധനയ്ക്ക് മന്ത്രിസഭയുടെ അനുമതി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.